കിഡ്സിന് പറ്റിയ മേക്കപ്പ് ഏതാ, കിഡ്സിന് മേക്കപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടോ, ആ സ്കിന്നിന് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ഒരു പക്ഷേ അത് ഞാൻ നോക്കിയപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുട്ടികൾക്ക് മേക്കപ്പ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഒരു കാരണവശാലും അവരുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. അത്തരം സാധനങ്ങൾ മേടിച്ച് ഗിഫ്റ്റായിട്ട് ഒന്നും കൊടുക്കരുത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമ്മളുടെ ഇനി വരുന്ന ദിവസങ്ങളിലാണെങ്കിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആർട്സ് ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമും അവരുടെ ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സ്കിൻ അതായത് കിഡ്സിന് പറ്റിയ മേക്കപ്പ് ഏതാ, കിഡ്സിന് മേക്കപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാനും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചൊക്കെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമ്മൾ കിഡ്സിന് മേക്കപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത സമയത്താണെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാം, പക്ഷേ അത് സ്ഥിരമാവരുത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്കിന്നിൻ്റെ വളർച്ചയുടെ സമയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒബ്വിയസ്ലി നമ്മൾ മേക്കപ്പ് ആണെങ്കിലും അത് കെമിക്കലാണ്. അപ്പോൾ അത് നമ്മളുടെ കുട്ടികളുടെ സ്കിന്ന് എന്ന് പറഞ്ഞ പ്രിമച്വർ അത് വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വളർന്നുകൊണ്ടിരിക്കുന്ന സ്കിന്നിലേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ കെമിക്കലി ഉള്ള മേക്കപ്പുകൾ അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സുകൾ ആ സ്കിന്നിന് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ഒരു പക്ഷേ അത് പിന്നീട് ബ്രേക്കൗട്ട്സോ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആ സ്കിന്ന് ഡാമേജ് ആവാനൊക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുട്ടികൾക്ക് മേക്കപ്പ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം. പിന്നെ കൂടുതൽ ആളുകളും പറഞ്ഞിരിക്കുന്നത് തന്നെ ബ്രേക്കൗട്ട്സ്, അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് പലരും ചോദിക്കുന്നത്, കുട്ടികളുടെ മേക്കപ്പിന് പറ്റിയൊരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ആക്ച്വലി നമ്മുടെ ഇവിടെ നിലവിൽ മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾക്ക് ഈ പറയുന്ന പോലെ കുട്ടികളുടെ പ്രോഗ്രാംസിലേക്ക് വരുമ്പോൾ ഒഴിച്ചു കൂടാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സ്, ഈ ബ്രാൻഡഡ് പ്രോഡക്ട്സിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ, അവർ വ്യക്തമായി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണെന്ന് പറയും. ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഒപ്പം തന്നെ പക്ഷേ വിളിച്ച് ചോദിക്കുന്ന പലരും, അതുപോലെ തന്നെ ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ കുട്ടികൾക്ക് മേക്കപ്പിൻ്റെ ബോക്സൊക്കെ ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. അതായത് മേക്കപ്പിൻ്റെ ചെറിയ കിറ്റ്. ഈ കിറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ ഇവിടെ അത് അവൈലബിൾ അല്ല. അതെന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഇതിൽ ഞാൻ ഒന്നൊരു ഫോട്ടോ ആയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. അതായത് അതിനുള്ള ഐ ഷാഡോ ഉണ്ടാവും, ഫൗണ്ടേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഹൈലൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ബോക്സ്. അതിങ്ങനെ തുറന്നു വയ്ക്കുമ്പോൾ പല സ്ഥലത്തും തന്നെ തന്നെ. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കത് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയോ അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ ഉപയോഗിക്കേണ്ട വന്നാൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പ്രിമച്വർ സ്കിന്നാണ്. അതിലേക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ യാതൊരു കാരണവശാലും യൂസ് ചെയ്യരുത്, ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ തരത്തിലുള്ള കിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആളുകൾക്കോ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യരുത്. അവരുടെ വളരെ സോഫ്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന സ്കിന്നാണ്, മെച്യൂർ ആവാത്ത സ്കിന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഡാമേജ് ആവും. ആ ഡാമേജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു മാർക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറിക്കൊള്ളുന്നില്ല. മാത്രമല്ല പെട്ടെന്ന് അത് ഡ്രൈ ആവാനും ഒക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇത് നമുക്ക് തന്നെ ചെയ്യാലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് ചെയ്യാലോ എന്ന് വിചാരിക്കരുത്. പ്രൊഫഷണലായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളെ ആയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക നല്ല ആർട്ടിസ്റ്റുകളുടെ കയ്യിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും അവരുടെ ബാഗുകളിൽ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആവില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആയേ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെ അവർ കാര്യങ്ങൾ പറയുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാൻ കഴിവുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരിക്കും എല്ലാവരും തന്നെ. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുട്ടിയെ ഒരുക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ദയവ് ചെയ്ത് ചൂസ് ചെയ്യാതിരിക്കുക. പിന്നെ സ്കിന്നിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിലാണല്ലോ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുക. അതൊരു ഡെഡ് സ്കിന്നെന്ന് നമ്മൾ പറയും. ഒപ്പം തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട്
മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടായിരിക്കാം ചെയ്യുക. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പ് ലെയറിൽ നിന്ന് നമ്മൾ അതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളൊന്നും ആ പ്രോഡക്റ്റ്സ് ഒന്നും നമ്മളുടെ സ്കിന്നിനകത്തേക്ക് ഇറങ്ങില്ല കുട്ടികൾക്കാണെങ്കിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് അതിനുശേഷം പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് അതിൻ്റെ മുകളിലാണ് യൂസ് ചെയ്യുക. അത് ഞാനീ പറയുന്നത് അത്യാവശ്യം ഒരു പ്രോഗ്രാമിനൊക്കെ പോകേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ചും വീടുകളിൽ ഇപ്പോൾ അമ്മമാരൊക്കെ മേക്കപ്പ് ചെയ്യുന്നവർ അത്യാവശ്യം പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികൾ ഇതാണ് കാണുന്നത്, പെട്ടെന്ന് അതൊരു വാരി തേക്കും, അല്ലെങ്കിൽ അതെടുത്തിട്ട് ചിലപ്പോൾ തിന്നാനും ഒക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവർ എന്ത് കിട്ടിയാലും കഴിക്കുന്ന പ്രായമാണ്. അപ്പോൾ അതുപോലെയുള്ള ആ ഏജിലുള്ള കുട്ടികൾക്കാണെങ്കിലും, പിന്നെ കുറച്ച് മെച്യൂരിറ്റി വന്ന കുട്ടികൾക്കാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളുകളിൽ നിന്നൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്, പക്ഷേ അവരെയൊക്കെ സ്കിന്നിൻ്റെ ആ ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പറയുന്നത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അത് ഈ പറയുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴാണ് അവരുടെ അടുത്താവുമ്പോൾ അതിന് പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ മുകളിലാണല്ലോ ലെയർ ബൈ ലെയറായിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അത് ഒപ്പം തന്നെ നിങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് നല്ലൊരു മേക്കപ്പ് റിമൂവർ കൂടി നിങ്ങളുടെ ആ ബന്ധപ്പെടുന്ന ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കരുതി വയ്ക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കണം നിങ്ങളുടെ കുട്ടികളുടെ മേക്കപ്പ് ചെയ്യേണ്ട അത്യാവശ്യം കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒപ്പം ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ടെത്തുക. ഒപ്പം തന്നെ നല്ല പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുക. ഈ ചൈനീസ് നിർമ്മിത തീരെ ഒരു ഇതില്ലാത്ത ചെറിയ ചെറിയ ബോക്സുകളിൽ വരുന്ന കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന പോലത്തെ സാധനങ്ങൾ ഒരു കാരണവശാലും അവരുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. അത്തരം സാധനങ്ങൾ മേടിച്ച് ഗിഫ്റ്റായിട്ട് ഒന്നും കൊടുക്കരുത്. അവരുടെ സ്കിന്നൊരു വളർച്ചയുടെ പാതയിലാണോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ മേക്കപ്പ് ചെയ്യാനായിട്ട്, കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് എന്താ വേണ്ട, ആ പാൻ കേക്ക് വേണം, ഈ പാൻ കേക്ക് വേണം, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങളത് യൂസ് ചെയ്യുക. അത് നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. നല്ല ആളുകളെ കൊണ്ട്, അത് പ്രൊഫഷണലി അറിയുന്ന ആളുകളെ കൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യാൻ പറയുക. കാരണം അവർ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സ്കിന്നിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. നമ്മളുടെ കുട്ടികളാണ്. അതിന് 100 രൂപ നമ്മൾ കൂടുതൽ മുടക്കേണ്ട വന്നു കഴിഞ്ഞാലും നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഇതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറേ ആളുകൾ ഈ കുട്ടികളുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് ചോദിച്ച കാരണം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഏറ്റവും സേഫായ പ്രോഡക്റ്റ് എപ്പോഴും ഡെർമറ്റോളജി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാരണ്ടി തരുന്ന ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളുടെ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇത് എനിക്കിങ്ങനെ 2-3 എൻക്വയറി ഇങ്ങനെ കണ്ടിന്യൂ ആയി വന്നപ്പോൾ, പ്രത്യേകിച്ച് പ്രൊഡക്റ്റുകൾ ഈ പ്രോഗ്രാമുകളൊക്കെ ആയതുകൊണ്ട് ചോദിച്ചതായിരിക്കും. എനിക്ക് തോന്നി ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോയിൽ. തൽക്കാലം നമ്മൾ നിർത്തുന്നു. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി വേഗം തന്നെ. ഓക്കെ, ബൈ.